ചിലപ്പോഴെങ്കിലും നാം പറയാറുണ്ട്, മനസ്സിലുള്ളത് പുറത്തു വന്നു എന്ന്. എന്തുകൊണ്ടാണ് നാം അങ്ങനെ പറയുന്നത്? ഉള്ളിലുള്ളതേ പുറത്തു വരാൻ പറ്റുകയുള്ളൂ, ഉള്ളിലേക്ക് നിറയുന്നത് മാത്രമേ പുറത്തേക്ക് ഒഴുകുകയുള്ളൂ എന്ന തത്വത്തിൽ അടിസ്ഥാനമാക്കിയാണ് നമ്മൾ ഇതെല്ലാം പറയും. ഒരു വ്യക്തിയുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്നത് എന്തോ അത് സമ്മർദ്ദ ഘട്ടങ്ങളിൽ പുറത്തേക്ക് ഒഴുകുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ഹൃദയം നിറഞ്ഞു കവിയുന്നതല്ലോ നാവ് സംസാരിക്കുന്നത്. നമ്മുടെ ഹൃദയം അപ്പൊ എന്തുകൊണ്ടാണ് നിറയേണ്ടത് എന്ന് നമുക്ക് തീരുമാനിക്കാം. നമ്മിലൂടെ ദൈവപ്രവൃത്തി വെളിപ്പെടണമെന്ന് നാം ആഗ്രഹിക്കുന്നെങ്കിൽ നാം എങ്ങനെ നിറയപ്പെടണമെന്ന് ദൈവവചനം വളരെ വ്യക്തമായി നമ്മോട് സംസാരിക്കുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തികൾ 6-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിൽ നമുക്ക് ഇപ്രകാരം കാണുവാൻ കഴിയും: സ്തെഫാനോസ് കൃപയും ശക്തിയും നിറഞ്ഞവനായി ജനത്തിൽ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ചു. അപ്പോൾ സ്തെഫാനോസിന്റെ ഉള്ളിൽ എന്തായിരുന്നു നിറഞ്ഞത് എന്ന് ലൂക്കോസ് അവിടെ വളരെ വ്യക്തമായി നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ദൈവിക കൃപയും ദൈവിക ശക്തിയാലും നിറയപ്പെടുമ്പോൾ പുറത്തേക്ക് ഒഴുകുന്നത് അത്ഭുതങ്ങളും അടയാളങ്ങളുമാണ്. അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വീര്യപ്രവൃത്തികളാലും ദൈവം ജനത്തെ ഉറപ്പിക്കുന്ന ഭാഗമായി ഇവിടെ കാണുവാൻ കഴിയുന്നത്. അതിനൊരു മാനപാത്രമായി നിൽക്കുവാൻ സ്തെഫാനോസ് തയ്യാറായപ്പോ സ്തെഫാനോസിലൂടെ ദൈവപ്രവൃത്തി അവിടെ വെളിപ്പെടുകയാണ്. ഇന്നെന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയ ദൈവത്തിലെ, നമ്മുടെ ഉള്ളിൽ നാം കയറ്റി വെച്ചിരിക്കുന്ന ഞാൻ എന്ന ഭാവവും അഹങ്കാരവും വിട്ടുവീഴ്ചയില്ലാത്ത മനോഭാവവും ഞാൻ ചെയ്യുന്നതെല്ലാം ശരിയാണ് എന്ന മനോഭാവവും എന്നുവേണ്ട ദൈവത്തിൽ നിന്ന് അകറ്റുന്ന സകലത്തെയും നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തി ദൈവത്തിന്റെ മുമ്പാകെ ഒന്ന് സറണ്ടറായി, ദൈവമേ എന്നെ നിറയ്ക്കണമേ എന്ന് പറഞ്ഞ് അടുത്തു ചെല്ലുന്നെങ്കിൽ ദൈവിക കൃപയാൽ ദൈവിക ശക്തിയാൽ നിറയ്ക്കുവാൻ ഈ ദൈവം മതിയായവനാണ് എന്ന് തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. അങ്ങനെ നിറയപ്പെടുന്ന നമ്മിൽ ഓരോരുത്തരിലൂടെയും ഈ യേശു ക്രിസ്തു ഇന്നും ജീവിക്കുന്നുവെന്ന് ദേശം കാണത്തക്ക വിധത്തിൽ വെളിപ്പെടേണ്ടതിന് അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തെടുക്കുവാൻ ഈ ദൈവം ശക്തനാണ് എന്ന് നാം ഉറക്കേണ്ടത് ആവശ്യമാണ്. നമ്മുടെ ഹൃദയത്തിലെ നിക്ഷേപത്തെക്കുറിച്ച് യേശു ക്രിസ്തുവിന്റെ പഠിപ്പിക്കലുകളിൽ തന്നെ വളരെ വ്യക്തമായി സംസാരിക്കുന്നുണ്ട്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 45-ാമത്തെ വാക്യത്തിൽ നമുക്ക് ഇപ്രകാരം കാണുവാൻ കഴിയും: മനുഷ്യൻ തന്റെ ഹൃദയത്തിലെ നല്ല നിക്ഷേപത്തിൽ നിന്ന് നല്ലത് പുറപ്പെടുവിക്കുന്നു, ദുഷ്ടൻ ദോഷമായതിൽ നിന്ന് ദോഷം പുറപ്പെടുവിക്കുന്നു. ഹൃദയത്തിൽ നിറഞ്ഞു കവിയുന്നതാ നാം സംസാരിക്കുന്നത്. വളരെ വ്യക്തമായി ദൈവം നമ്മെ വീണ്ടും ഓർമ്മിപ്പിക്കുന്ന ഒരു ഭാഗമായത്. നമ്മുടെ ഹൃദയം ഒരിക്കലും ഒരു ശൂന്യമായ പാത്രമല്ല. നമ്മുടെ അനുഭവങ്ങളും നമ്മുടെ ചിന്തകളും വചനവും എല്ലാം ശേഖരിച്ചു വെക്കുന്ന ഒരു കലവറയാണ്. യേശു ഇവിടെ വ്യക്തമാക്കുന്നത് ഒരു മനുഷ്യന്റെ സംസാരവും പ്രവൃത്തിയും പെട്ടെന്നുണ്ടാകുന്ന ഒരു പ്രതിഭാസമല്ല, മറിച്ച് നാളുകളായി അവന്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന കാര്യങ്ങളുടെ പുറത്തെടുക്കൽ ആണ് എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഒരു പാത്രം വക്കോളം നിറയുമ്പോൾ മാത്രമേ പുറത്തേക്ക് ഒഴുകുകയുള്ളൂ. ആ പുറത്തേക്ക് ഒഴുകുന്നത് നിറഞ്ഞ വസ്തു തന്നെയായിരിക്കും. പ്രിയദൈവത്തിലെ, നമ്മുടെ ജീവിതയാത്രയിൽ നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ നാം കയറ്റി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നാം ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. ഇന്ന് പകയും വിദ്വേഷവും എല്ലാം എടുത്തു കളഞ്ഞ് ദൈവത്തിന് മുമ്പാകെ സറണ്ടറായി ദൈവാത്മാവിന്റെ ശക്തിയാൽ ഒന്ന് നിറയപ്പെടുവാൻ ഏൽപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ തീർച്ചയായും ജീവിതയാത്ര ഒരു വിജയമായി തീരും. സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നതിന് പകരം ദൈവത്താൽ നിങ്ങൾ സ്വാധീനിക്കപ്പെടുവാൻ ഏൽപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ ഇന്ന് നിങ്ങളുടെ മുമ്പാകെയുള്ള എല്ലാ സാഹചര്യങ്ങളുടെ നടുവിലും ദൈവപ്രവൃത്തി വെളിപ്പെടുന്നത് നിങ്ങൾക്ക് കാണുവാൻ കഴിയും. അതേ പ്രിയ ദൈവത്തിലെ, എല്ലാ സാഹചര്യങ്ങളിലും യേശു കൈവിടാതെ കൂടെയുണ്ട് എന്ന് തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിറയപ്പെടുന്ന ഓരോ വ്യക്തിയിലൂടെയും ഒഴുകുന്ന ഒഴുക്കിന്റെ ശക്തിയെക്കുറിച്ച് യോഹന്നാൻ എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 38-ാമത്തെ വാക്യത്തിൽ കാണുവാൻ കഴിയും. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്തു പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും എന്ന് വിളിച്ചു പറയുകയാണ്. ഹല്ലേലൂയ. അതായത് ശക്തിയോടെ ഒഴുകുന്ന തടയണകളെ ഭേദിക്കുന്ന പ്രവാഹമായി പരിശുദ്ധാത്മാവിന്റെ ശക്തി വിശ്വസിക്കുന്ന നമ്മിൽ വെളിപ്പെടുമെന്ന് ദൈവവചനം പറയുന്നത്. ഞാനത് വിശ്വസിക്കുന്നു. നിങ്ങൾ വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങളിലൂടെയും ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ പോകുകയാണ്. പ്രിയ ദൈവത്തിലെ, ഭക്ഷണം വിളമ്പുന്ന മേശയിൽ ശുശ്രൂഷ ചെയ്യുന്നതിന് പോലും ആത്മാവ് നിറഞ്ഞവരെ വേണമെന്ന സഭയുടെ തീരുമാനം അപ്പോസ്തല പ്രവൃത്തി 6:3 നമുക്ക് കാണുവാൻ കഴിയും. വിശ്വാസവും പരിശുദ്ധാത്മാവും നിറഞ്ഞവനായതുകൊണ്ടാണ് സ്തെഫാനോസിനെ അവിടെ തിരഞ്ഞെടുക്കുന്നത്. പ്രിയ ദൈവത്തിലെ, ദൈവം നമ്മുടെ ഹൃദയങ്ങളെ നോക്കുകയാണ്. നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തിന് സ്ഥാനമുണ്ടോ? ദൈവം പറയുന്ന കാര്യങ്ങൾ വിശ്വസിക്കാൻ തയ്യാറാണോ? അതോ ഞാൻ പറയുന്നതാണ് ശരി, എന്റെ ബുദ്ധിയാണ് ശരി, എന്റെ അറിവാണ് ശരി, എന്റെ അനുഭവ സമ്പത്താണ് വലുത് എന്നെല്ലാം പറഞ്ഞിരിക്കുകയാണോ? ഇന്ന് ദൈവം പറയുന്ന കാര്യങ്ങൾ കണ്ണുമടച്ച് ചെയ്യുവാൻ തയ്യാറാകുന്ന ഏതൊരു വ്യക്തിയിലൂടെയും
വലിയ ദൈവപ്രവൃത്തികൾ ദേശം കാണത്തക്ക വിധത്തിൽ കഴിഞ്ഞ നാളുകളിൽ വെളിപ്പെട്ടത് നമുക്ക് വചനത്തിൽ കാണാം. ഞാൻ വിശ്വസിക്കുന്നു ഇന്നും വെളിപ്പെടുത്തുവാൻ ഈ ദൈവം മതിയായവനാ. എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയ ദൈവജനെ, ഈ ദൈവത്തിലൊന്ന് ആശ്രയിക്കാൻ തയ്യാറാണോ? അനുഭവ സമ്പത്ത് നല്ലതാ, കഴിവ് നല്ലതാ, ഇന്ന് നിങ്ങളായിരിക്കുന്ന ആ സ്ഥാനം ഇതെല്ലാം നല്ലതാ. പക്ഷേ നമുക്കുള്ളതിനേക്കാളെല്ലാം ഉപരിയായി യേശുവിനെ സ്നേഹിക്കാൻ കഴിയുമോ? യേശു നമ്മെ സ്നേഹിക്കുന്നത് പോലെ മറ്റുള്ളവരെയും സ്നേഹിക്കുന്നു എന്ന് പറയുവാൻ നിങ്ങൾ തയ്യാറാണോ? ദൈവപ്രവൃത്തി നിങ്ങളിലൂടെ നടക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു? അങ്ങനെയെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. കണ്ണുകളെ അടയ്ക്കാം, ഒരുമിച്ച് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, കൃപയും ശക്തിയും നിറഞ്ഞവനായി ദൈവരാജ്യത്തിനു വേണ്ടി നിന്ന ഒരു സ്തേഫാനോസിനെ ഞങ്ങൾ കണ്ടു. ഇന്ന് എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുന്ന ദൈവജനത്തെ അങ്ങ് ശക്തമായി എടുത്ത് ഉപയോഗിക്കണം. ഈ ദിവസങ്ങളിൽ ദേശം കാണത്തക്ക വിധത്തിൽ ദൈവപ്രവൃത്തി ഇവരിലൂടെ വെളിപ്പെടട്ടെ. ദൈവ സാന്നിധ്യം ഇവർ പോകുന്ന മേഖലകളിലെല്ലാം വെളിപ്പെടട്ടെ. അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹമാകട്ടെ. സകലമാന മഹത്വം അങ്ങേക്ക്, സകലവും യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ തന്നെ ആമേൻ. പ്രിയ ദൈവത്തിലെ, തീർച്ചയായും നിങ്ങൾ ദേശത്ത് ദൈവത്താൽ ഉപയോഗിക്കപ്പെടുന്നവരായി മാറും. നിങ്ങളൊരു അനുഗ്രഹമാകും തീർച്ച. ഈ ചെറു സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ തീർച്ചയായും ഞങ്ങളെ അറിയിക്കണം. അനേകർക്ക് അനുഗ്രഹമാകേണ്ടതിന് സ്നേഹിതർക്ക് ഷെയർ ചെയ്യുക, ഫോർവേഡ് ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ ആയിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം. ദൈവം അനുവദിച്ചാൽ അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. സ്റ്റേ ബ്ലെസ്ഡ്.